നമസ്കാരം. കഴിഞ്ഞ കുറെ നാളുകളായി NCPയിൽ തുടരുന്ന പ്രതിസന്ധികൾക്കൊടുവിൽ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് PC ചാക്കോ. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ചാക്കോ രാജിക്കത്ത് നൽകിയെന്നാണ് റിപ്പോർട്ട്. പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജിവെച്ചത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. 6-ാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ പക്ഷം വിട്ടുനിന്നിരുന്നു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നടന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നടക്കാതെ പോയതിന് പിന്നാലെയാണ് അധ്യക്ഷ പദവി ഉപേക്ഷിക്കാനുള്ള PC ചാക്കോയുടെ നീക്കം. ഇതിനിടെ ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് PC ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും സൂചനയുണ്ട്. തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം കോൺഗ്രസിൽ നിന്ന് നേരിട്ട് NCPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ചാക്കോയ്ക്ക് പക്ഷേ കോൺഗ്രസിലെ അതേ പ്രതാപം പുതിയ ലാവണത്തിൽ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. തീർത്തും ദുർബലമായ NCPയിൽ തൻ പ്രമാണിത്വം നിലനിർത്താൻ ചാക്കോ ആവൽ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ള ശശീന്ദ്രൻ പക്ഷത്തെ വരുതിയിൽ കൊണ്ടുവരാനായില്ല. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ശ്രമം 1 വർഷത്തോളമായി ചാക്കോ നടത്തി വരികയായിരുന്നു. NCPയുടെ ജീവാത്മാവും പരമാത്മാവുമായ ശരത് പവാറിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ തനിക്കുണ്ടെന്ന് ചാക്കോ മുഖ്യമന്ത്രി അടക്കം അറിയിച്ചെങ്കിലും ആരും വകവെച്ചില്ല. പോരാത്തതിന് ദേശീയ തലത്തിലുണ്ടായ പിളർപ്പിന്റെ ഭാഗമായി 2 MLA-മാരെ കോഴ കൊടുത്ത് വശത്താക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം കൂടിയായതോടെ പിണറായി വിജയൻ തോമസ് കെ തോമസിന്റെ ചീട്ട് കീറി. ഇതെല്ലാം ആയതോടെയാണ് കളം മാറ്റി ചവിട്ടാൻ ചാക്കോയും ഒപ്പമുള്ളവരും തീരുമാനിച്ചത്. 9 വർഷത്തോളമായി മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ശശീന്ദ്രനൊപ്പമാണ് സ്വാഭാവികമായും പാർട്ടി നേതൃനിര നിൽക്കുന്നതെന്ന സത്യം വൈകിയാണ് ചാക്കോ തിരിച്ചറിഞ്ഞതെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ആഴ്ച ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എന്ന പരിഗണന തെല്ലുമില്ലാതെ പ്രവർത്തകർ നിർത്തിപ്പൊഴിച്ചു. നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് ഇത്തരം നീക്കങ്ങളെ പിടിച്ചുകെട്ടാമെന്ന പ്ലാനും പാളി. തിരുവനന്തപുരം യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചാക്കോ നടത്തിയ പരാമർശങ്ങളടക്കം ശബ്ദരേഖയായി ചോർന്ന് പുറത്തു വരികയും ചെയ്തു. ഇതെല്ലാം ആയതോടെ പൊറുതിമുട്ടിയാണ് ചാക്കോ പടിയിറങ്ങുന്നത്. ശശീന്ദ്രനൊപ്പം കോൺഗ്രസിൽ നിന്ന് പോയ PM സുരേഷ് ബാബു അടക്കമുള്ളവർ AK ശശീന്ദ്രനെ കണ്ട് ചാക്കോയുടെ പിന്തുണ അറിയിച്ചിരുന്നു. സ്വന്തം പാളയത്തിൽ നിന്നും ആളുകൾ പടിയിറങ്ങിയതോടെയാണ് ചാക്കോ രാജിവെക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.